മിസ് ആണ് ഹിന്ദിയാണ് എഴുതുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നാളെയാണ് നമ്മുടെ എക്സാം. നാളത്തെ എക്സാമിന് പോകുന്ന സമയത്ത് എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ വാർത്താ ലാബ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ സാധനങ്ങൾ പഠിച്ചു. പക്ഷെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമാണോ നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്? അല്ല, കുറച്ച് ജനറൽ ക്വസ്റ്റ്യൻസും നമുക്ക് വരാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മുടെ എക്സാമിന്. അപ്പൊ അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇത് എന്തായാലും വരും. അപ്പൊ ആ ഒരു രീതി എങ്ങനെയാണ് എന്നുള്ളത് മിസ് പറയാം. പിന്നെ വരാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും കണ്ടിട്ട് പോകാം. പെട്ടെന്ന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് മക്കള് ഇതിപ്പോ എന്താ, ഇത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് മിസ് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത്. നന്നായിട്ട് പഠിച്ചാൽ മതി, ഒരു ടെൻഷനും ഇല്ല. അപ്പൊ നോക്കാം, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും നമ്മുടെ എക്സാമിന് നമ്മൾ കാണുന്നതാണ്. പാഞ്ച് സാർത്ഥക് ശബ്ദ് ഢൂണ്ട് കർ ലേഗേ എന്നുള്ളതാണ്. പാഞ്ച് സാർത്ഥക് ശബ്ദ്, അതായത് 5 സാർത്ഥകമായിട്ടുള്ള മീനിങ് ആയിട്ടുള്ള വേർഡ്സ് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടൊന്നും പേടിക്കേണ്ട, പക്ഷെ ഇയാളെ കണ്ടാൽ മക്കൾക്ക് കുറച്ച് സമാധാനമാവും. ഓക്കെ, ഒന്നുമില്ല, ഇവിടെ എന്തുണ്ട്, കുറച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. എത്ര വേർഡ്സ് മക്കൾ എഴുതണം? 5 വേർഡ്സ് എഴുതണം. ആ 5 വേർഡ്സ് മക്കൾ കണ്ടെത്തി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ടെൻഷനും ഇല്ല മക്കൾ, ഇതുവരെ ഹിന്ദിയിൽ പഠിച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുള്ളൂ. അല്ലാണ്ട് ഭീകരമായിട്ടുള്ള വലിയ വലിയ വാക്കുകളൊന്നും ഇതിലില്ല. മക്കൾ പഠിച്ചിട്ടുള്ള കുറച്ച് വാക്കുകൾ മാത്രമേ ഉള്ളൂ. ഒന്ന് തെരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കൊന്ന് ചെയ്തു നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് കമൽ എന്നുള്ള വാക്ക് തന്നെ മക്കൾ കാണുന്നുണ്ടാവും. കമൽ മീൻസ് എന്താണ്? താമര. മക്കൾ പഠിച്ചതാണ്, പണ്ട് തൊട്ടേ പഠിക്കുന്ന സാധനമാണ്. അതേപോലെ തന്നെ ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ലഡുക്ക, ബോയ് അല്ലേ, ലഡുക്ക എന്നുള്ള വാക്ക് നമുക്ക് കിട്ടി. ഓക്കെ, ലഡുക്ക എന്ന് നമ്മൾ എഴുതുന്നു. പിന്നെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് പരിവാർ എന്നുള്ള വാക്ക് തന്നെ മക്കൾ കാണുന്നുണ്ടാവും. പരിവാർ മീൻസ് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഫാമിലിയാണ്. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യുന്നു? പരിവാർ എന്ന് എഴുതുന്നു. ഓക്കെ, അതേപോലെ ഒന്നുകൂടി നമ്മൾ ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് എന്തും കൂടി കാണാൻ വേണ്ടി പറ്റും. ഫൽ എന്നുള്ള വാക്ക് കാണാം. ഫൽ മീൻസ് എന്താണ്? ഫലം എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, ഫൽ നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെ എന്താണ് കുറേ വാക്ക് നമുക്കുണ്ട്. ഒന്നുകൂടി പരതുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഗർ എന്നുള്ള വാക്ക് കിട്ടും. ഗർ എന്നുള്ള വാക്ക് കാണും. ഗർ മീൻസ് വീടാന്ന് നമുക്കൊക്കെ അറിയാം. അത് നമ്മൾ എഴുതി. അങ്ങനെ 5 വാക്കുകൾ എന്റെ മക്കൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കാം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഇതേപോലെ ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമാവും ഇത്. അപ്പൊ നോക്കാം, ഇതെന്നാട്ടോ സംഭവം ഒന്നും ഇല്ല. ഇങ്ങനത്തെ കള്ളികൾ തരും, അതിലുള്ള മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്കുകൾ മക്കൾ എടുത്ത് എഴുതണം. അത്രേ ഉള്ളൂ. ഇത് നമുക്ക് കുറെ നമ്മൾ ഈ ഒരു സീക്രട്ട് മച്ചലിലൊക്കെ പഠിച്ച ആൾക്കാർക്ക് പറ്റിയ വാക്കാണ്. നമുക്ക് അതാ ചീണ്ടി, ഉറുമ്പ്. ചീണ്ടി എന്നുള്ള വാക്ക് മക്കൾ കണ്ടെത്തി. ചീണ്ടി. ഓക്കെ, പിന്നെന്താണ് നമുക്ക് കണ്ടെത്താൻ പറ്റിയ വേറൊരു വാക്കിന്റെ മക്കൾ ഒന്ന് ശരിക്കും നോക്കിക്കേ. ബാസാർ മീൻസ് എന്താണ്? ചന്ത. നമ്മൾ മാർക്കറ്റ് എന്ന് പഠിച്ചതാണ്. ഓക്കെ, ബാസാർ. ഓക്കെ, പഠിച്ചു. പിന്നെന്താണ് അടുത്ത നോക്കിക്കേ, വേറെ എന്താണ്? സീഗടി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സീഗടി മച്ചിലി സുക്കിക്കോ നെഹി എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ പഠിച്ചതാണല്ലേ. സീഗടി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇത് നമുക്ക് എഴുതാം. പിന്നെ നോക്കിക്കേ, ഒന്ന് നോക്കുന്ന സമയത്ത് ആ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് വന്നിട്ടുള്ളത് അല്ലെ. ചിലപ്പോൾ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് തന്നെ വേണമെന്നില്ല, നമുക്ക് ഏതെന്ന് വേണം ചോദിക്കുക. ചിലപ്പോൾ രൂരുടെ പാഠത്തിലുള്ള കുറച്ച് വാക്കുകൾ വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ചിലപ്പോൾ നീലി ചിടി എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ജനറൽ ആയിട്ട് മക്കൾ പഠിച്ച സാധനം വെച്ചിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. എന്തായാലും പഠിച്ച സംഭവമായിരിക്കും, ടെൻഷൻ ആവരുത് കേട്ടോ. നന്നായിട്ടൊന്ന് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നോക്കുക കേട്ടോ. ഓക്കെ, നോക്കിക്കേ, നമ്മൾ സീഗടി മച്ചലിയിൽ പഠിച്ചൊരു വാക്കാണ് മച്ചുവാര. ഓക്കെ, മച്ചുവാര നമുക്കറിയാം. മച്ചുവാര എന്ന് വെച്ചാൽ എന്താണ്? ഫിഷർമാൻ ആണല്ലേ. ഓക്കെ, ഫിഷർമാൻ, മച്ചുവാര എന്നുള്ളത് നമ്മൾ എഴുതുന്നു. പിന്നെ എന്താണ്? ലാസ്റ്റ് ഒന്നുകൂടി മക്കൾ കണ്ടുപിടിക്കണം. അത് മക്കൾ കണ്ടുപിടിച്ചോളൂ. ഇഷ്ടംപോലെ വാക്കുകൾ ഇനിയും ഇഷ്ടംപോലെ വാക്കുകളുണ്ട്. കുട്ടി എന്ന അർത്ഥം വരുന്ന ഒരു വാക്കുണ്ട്. അതെന്റെ മക്കളെ ഏതാണ് എന്നൊന്ന് കണ്ടുപിടിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, കുട്ടി എന്ന അർത്ഥം വരുന്ന ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഒന്ന് നോക്കാം. നിങ്ങൾക്ക് തന്ന ഒരു ടാസ്ക് ആണ്, നോക്കാം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനൊരു സംഭവം ഉള്ളത്, അതിനാണ് നമ്മൾ മീനിങ്സ് പഠിക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ ജനറൽ ആയിട്ട് മക്കൾക്ക് പോസ്റ്റർ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നോക്കുകയാണെങ്കിൽ മക്കൾക്ക് പര്യാവരണിനെ കുറിച്ചിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? പര്യാവരൺ മീൻസ് പരിസ്ഥിതിയെ കുറിച്ചിട്ടാണ് പോസ്റ്റർ എഴുതാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇനിയിപ്പോ എന്റെ മക്കൾ നോക്കുക, പര്യാവരൺ വരട്ടെ. നോക്കുക, പ്രകൃതിയെ കുറിച്ച് വരട്ടെ. പര്യാവരൺ മീൻസ് എന്താണ്? പരിസ്ഥിതിയെ കുറിച്ച് വരട്ടെ. പാനി വെള്ളത്തിനെ കുറിച്ച് വരട്ടെ. പേട് മരത്തിനെ കുറിച്ച് വരട്ടെ. എന്തിനെ കുറിച്ച് വന്നാലും എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു വാക്ക്, 2 വാക്കുകളാണ് മിസ് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഒരു ടെൻഷനും ഇല്ല. ഇങ്ങനത്തെ പ്രകൃതി, പരിസ്ഥിതി, വെള്ളം, ചെടി, നമ്മൾ ഈ ഒരു പേട്, ഇങ്ങനത്തെ എന്ത് വന്നാലും എഴുതാൻ പറ്റിയ ഒരു സംഭവമാണ് മിസ് പഠിപ്പിക്കാൻ പോകുന്നത്. കൃത്യമായിട്ട് ഇത് പഠിക്കുക, എഴുതുക. സിമ്പിളാണേ. നോക്കേ മക്കള്, പ്രകൃതിക്ക് രക്ഷ ഹമാരി സുരക്ഷ. നോക്കണേ, പ്രകൃതിയുടെ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ, ഹമാരി മീൻസ് എന്താണ്? നമ്മുടെ സുരക്ഷ. പഠിക്കാനും എളുപ്പമാണ്. അതേപോലെ തന്നെ
പ്രകൃതി എന്ന് പറയുന്നത് ഹമാര നമ്മുടെ ജീവനാണ്. ഇത് എന്റെ മക്കൾക്ക് പഠിക്കാം. നോക്കണേ, ഇത് തന്നെ എന്റെ മക്കൾ ഒരു വ്യത്യാസം വരുത്തണ്ടേ. പര്യാവരന്റെ അതായത് പരിസ്ഥിതിയെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഈ പ്രകൃതി എന്നുള്ള ഭാഗം മാത്രം എന്റെ മക്കള് മാറ്റി കൊടുത്താൽ മതി. അവിടെ പര്യാവരണാക്കി കൊടുക്കുക. ഓക്കെ, ഇനി വെള്ളത്തിന്റെ ചോദിച്ചാ പാനി എന്നാക്കി കൊടുക്കുക. പേടിന്റെ ചോദിച്ചാ പേടുന്നാക്കി കൊടുക്കുക. എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. നോക്കണേ, ഇവിടെ പ്രകൃതിക്ക് രക്ഷ ഹമാരി സുരക്ഷ എന്നാ പഠിച്ചത്. ഓക്കെ, അത് നമ്മൾ എന്താക്കി, പര്യാവരൺക്ക് രക്ഷ ഹമാരി സുരക്ഷ എന്നാക്കി, പരിസ്ഥിതിയുടെ രക്ഷ ഹമാരി സുരക്ഷ എന്നാക്കി. അതേപോലെ തന്നെ പരിസ്ഥിതി ഹമാര ജീവൻ ഹേ, പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ് എന്ന് നമ്മൾ എഴുതി. ഓക്കെ, ഇനി എന്റെ മക്കൾ നോക്കാം, വെള്ളത്തിന്റെയാണ് പാനീന്റെ ആയിരുന്നെങ്കിലോ ചോദിച്ചത്. പാനീന്റെ ചോദിച്ചാൽ മാറ്റം വരുത്തിയാൽ മതി. നോക്കിക്കേ, പാനിക്ക് രക്ഷ ഹമാരി സുരക്ഷ, വെള്ളത്തിന് രക്ഷ നമ്മുടെ സുരക്ഷ എന്ന് എഴുതി കൊടുക്കുക. പാനി ഹമാര ജീവൻ ഹേ, വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, ജീവനാണ് എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക. ഓക്കെ, വ്യത്യാസം ഒന്നും വരുത്തണ്ട. ഇനിയിപ്പോ മരത്തിന്റെ ചോദിച്ചാൽ എങ്ങനെയായിരിക്കും എന്റെ മക്കൾ ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതാം. മരത്തിന്റെ ചോദിച്ചാൽ എന്റെ മക്കൾ ഇത് എങ്ങനെ എഴുതും എന്നുള്ളത് സിമ്പിൾ അല്ലേ. പോസ്റ്റർ ഇതേ ആരത് വന്നാലും എന്റെ മക്കൾ ഇനി എഴുതൂലേ, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. എന്നിട്ട് പോസ്റ്റർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോക്സ് വരയ്ക്കണം, നിർബന്ധമായിട്ടും ബോക്സ് വരയ്ക്കണം. ഒരിക്കലും ഇങ്ങനത്തെ വാല് വരയ്ക്കരുത്, അത് പ്ലക്കാർഡ് എന്നാണ് നമ്മൾ പറയാ. വാല് വരച്ചു കൊടുക്കരുത്. നമ്മൾ ഒരു പോസ്റ്ററിന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. പോസ്റ്ററിന് കേട്ടോ, പ്ലക്കാർഡ് വേറെ, ഇത് വേറെയാണ് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് തന്നെ മക്കൾ ആലോചിക്കുക, പ്രകൃതിക്ക് രക്ഷ ഹമാരി സുരക്ഷ, പാനിക്ക് രക്ഷ ഹമാരി സുരക്ഷ, പിന്നെ പര്യാവരൺക്ക് രക്ഷ ഹമാരി സുരക്ഷ, പേടിന്റെ മക്കൾ എഴുതും. പിന്നെ പ്രകൃതി ഹമാര ജീവൻ ഹേ, പാനി ഹമാര ജീവൻ ഹേ, പിന്നെന്താണ് പര്യാവരൺ പരിസ്ഥിതി ഹമാര ജീവൻ ഹേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നു അല്ലെ. അപ്പൊ ഈ ഒരു സംഭവം എന്താണ്, കൃത്യമായിട്ട് എന്റെ മക്കൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ് മക്കൾ ആലോചിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പോസ്റ്റർ ഇനിയിപ്പോ എന്തിന്റെ വന്നാലും എന്റെ മക്കൾ എന്താണ്, ഇങ്ങനത്തെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതായിരിക്കും നമുക്ക് മിക്കവാറും വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനത്തെ വന്നിട്ടുണ്ടെങ്കിൽ മക്കൾ എഴുതുമെന്ന് അറിയാം. അല്ലാത്ത കുറച്ച് പോസ്റ്റർ എന്ത് ചെയ്യും, നമ്മൾ മാരത്തോണിലും ഡിസ്കസ് ചെയ്യും. അതും എന്റെ മക്കൾ നോക്കാം. അപ്പൊ ഇങ്ങനത്തെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. ഇത് ഒരിക്കലും എന്ത് ചെയ്യരുത്, പഠിക്കാതെ എന്റെ മക്കൾ പോകാൻ വേണ്ടി പാടില്ല. അടിപൊളിയായിട്ട് പഠിക്കുക, നിങ്ങളെ കൊണ്ട് കഴിയും. ഒരു ടെൻഷനും ഇല്ലാണ്ട് മക്കള് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമ്മുടെ എക്സാം ഹിന്ദിയുടെ എഴുതാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ മാരത്തോണിനൊന്നും വരാൻ വേണ്ടി മറന്നു പോരുത്. മാരത്തോണിൽ മക്കൾ വരിക. അതേപോലെ തന്നെ ഒരുപാട് ഷോർട്ട് വീഡിയോകൾ മിസ് ഇട്ടിട്ടുണ്ട്, അതൊക്കെ കണ്ടിട്ട് പോവാ കേട്ടോ. അതൊക്കെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറെ 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അതും കൂടി നമ്മൾ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട്, അതും കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, നന്നായിട്ട് അടിച്ച് പൊളിച്ച് എക്സാം എഴുതി വരാം. നിങ്ങൾ പൊളിക്കുന്ന മിസ്സിനെ അറിയാം. ബൈ.